സിംപ്ലിഫൈ റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയറിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഈ റൂട്ട് 5നെ നമ്മൾ എ നാക്കിയിട്ടെടുക്കുകയെന്ന് വിചാരിക്കുക. ഇതിനെ ബിയും ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് ഈ ചോദ്യം തന്നത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഇതല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? പറ്റും. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ഒന്ന് എഴുതി വെക്കുക. റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റ് എ സ്ക്വയർ, ഇത് എയും ഇത് ബിയും കേട്ടോ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 5 സ്ക്വയർ പ്ലസ് 2ab, ഇക്വേഷനിലുള്ള 2, എ എന്ന് പറഞ്ഞാൽ റൂട്ട് 5, ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 2. അങ്ങനെ ഞാനൊരു ബ്രാക്കറ്റിലിട്ട് പ്ലസ് ഈ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 സ്ക്വയർ ഈക്വൽസ് റൂട്ട് 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ക്വയറും ഈ റൂട്ടും കൂടി ക്യാൻസലായിട്ട് ആ നമ്പർ മാത്രമായിട്ട് കിട്ടും 5 പ്ലസ് ഇനി ഇത് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2 എന്നാണ്. ഈ റൂട്ട് 5നെയും റൂട്ട് 2നെയും നമുക്ക് ഒരുമിച്ച് ഒരു ഇതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റും. 2 ഇൻറ്റു റൂട്ട് ഓഫ് 5 ഇൻറ്റു 2. നമ്മൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി എന്ന് ഒരിത് പഠിച്ചിട്ടുണ്ട്. റാഡിക്കൽസിൻ്റെ റൂള് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്ലസ് റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതും കൂടി കട്ടായിട്ട് വെറും 2 എന്നായിട്ട് മാറി. ഇനി 5 പ്ലസ് ഇതൊരു നമ്പറല്ലേ, അതിന് ഞാൻ ഒരുമിച്ച് എഴുതി 2 ഈ പ്ലസ് ഈ 5 ഇത് ഈ പ്ലസ് ഈ 2ൻ്റെ പ്ലസ് ആട്ടോ. പ്ലസ് ചില സമയത്ത് ഇവിടെ -2 എന്നാണെങ്കിൽ നിങ്ങളിവിടെ കൊണ്ടുവരുമ്പോൾ -2 എന്ന് എഴുതണം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക ഈ പ്ലസ് ആണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഈ പ്ലസ് ആണെന്ന്. അപ്പോൾ ഈ പ്ലസ് അല്ല. ഏത് നമ്പറാണോ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് അതിൻ്റെ കൂടെ പോരുന്ന സൈൻ എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ മുമ്പിലുള്ള സൈനാണ് പോരുക, ഈ സൈന്. അല്ലാതെ ഈ നമ്പറിൻ്റെ ഇവിടെയുള്ള സൈൻ എഴുതിയിട്ട് ഈ നമ്പറിനെ മാത്രം എടുത്തുകൊണ്ടിരല്ല ചെയ്യുക. ഈ നമ്പറിൻ്റെ അടുത്തേക്ക് ഈ നമ്പറിനെ കൊണ്ടുവരണമെങ്കിൽ ഈ നമ്പറിനെ അവിടെ വെക്കുക. ഈ നമ്പറിനെ കൊണ്ടുവരുമ്പോൾ സൈനും കൂടി കൂട്ടിയിട്ട് കൊണ്ടുവരിക +2. ഇനി ഈ പ്ലസ് ആരുതാ? ഈ 2ൻ്റെതാ. അതിപ്പോൾ അവിടെ ആ പ്ലസ് നിട്ട്. ഇനി ഇത് 2 ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളിൽ 5 ഇൻറ്റു 2 10, 5 + 2 7 + 2 റൂട്ട് 10. അപ്പം എന്താ ആൻസർ? ഇത് 7 + 2 റൂട്ട് 10. നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം. റൂട്ട് 5 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 പ്ലസ് റൂട്ട് 2. ഇതിന് എയും ബിയും ആക്കിയിട്ടെടുക്കുക, ഇതിന് എയും ബിയും ആക്കിയിട്ടെടുക്കുക. ഇത് എ മൈനസ് ബി, ഇത് എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇക്വേഷൻ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇത് എ ബി, ഇത് എ ബി. ഇതിൻ്റെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാം. റൂട്ട് 5 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 5 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 സ്ക്വയർ. റൂട്ട് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതും ക്യാൻസലായി 5 എന്നായി, മൈനസ് ഇതും ക്യാൻസലായി 2 എന്നായി. 5 - 2 3. ഇതിൻ്റെ ആൻസർ 3 നമുക്ക് നമ്പറായിട്ട് കിട്ടി.